എന്ത് നാറിയ പ്രസ്താവനയാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. കാശില്ലാത്ത സ്ത്രീകളെന്ന്. കാശില്ലാത്ത സ്ത്രീകള് കുട്ടികളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു. പ്രിയദർശിനിയിൽ തിക്കി തെരുകി പോകുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് മറ്റാള്. അതായത് ബസ്സിന് കാശില്ലാത്ത ഒരു പ്രിയദർശിനിയിൽ തിക്കി തെരുകി പോകുന്നു, പക്ഷെ അവര് കുട്ടികളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു എന്ന്. കുട്ടികളെ എവിടെ പഠിപ്പിക്കണമെന്നത് പാരന്റ്സിന്റെ ഇഷ്ടമല്ലേ, അവരുടെ ഇഷ്ടമല്ലേ. നിങ്ങളുടെ ബസ്സിൽ ഫ്രീ ഉള്ള ബസ്സിൽ പോകുമ്പോ നിങ്ങൾ പറഞ്ഞത് അവരനുസരിക്കണം. നിങ്ങളുടെ അടിമയായോ അവര്? മനസ്സിലായിട്ടില്ല. അവരെന്താ പറയുക, സമരം ചെയ്തിട്ട് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കിട്ടിയതല്ല. നിങ്ങൾ അധികാരത്തിൽ കയറിയാൽ നിങ്ങൾ വാഗ്ദാനം ചെയ്തതാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന്. എന്നിട്ട് അതിനെ പുച്ഛിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്നാ പറയാ, കാശില്ലാത്ത സ്ത്രീകളാണ് പ്രിയദർശനിയിൽ കയറുന്നത് എന്ന്. എന്ത് നാറിയ പ്രസ്താവനയാണ് നടത്തുന്നത്. തലക്ക് സുഖമില്ലാത്തവരാണോ മന്ത്രിയാക്കി വെച്ചത്? അറിയായിട്ട് ചോദിക്കുകയാണ്. ഇതിനെയും ന്യായീകരിക്കാൻ ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. അതങ്ങനെയാണ്. അതുകൊണ്ട് അവര് സേഫാ. അവർക്ക് എന്തും വിളിച്ചു പറയാം, മണ്ടത്തരം പറയാം, ജനങ്ങളെ പുച്ഛിക്കുന്ന രീതിയിൽ പറയാം. കാരണം ന്യായീകരിക്കാൻ ആൾക്കാരുണ്ട്. ന്യായീകരിച്ചോ.